ഇപ്പുറത്തെ പൈലിങ് തുടങ്ങി കേട്ടോ. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇത് കുറച്ച് ഫാസ്റ്റായിട്ടാണ് കേട്ടോ എനിക്ക് ഫീൽ ചെയ്യുന്നത് ഈ വെട്ട് റോഡ് വരുന്ന. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇപ്പോൾ ആറ്റിങ്ങൽ മാമത്താണ് നിൽക്കുന്നത്. ഇന്ന് നമ്മൾ മാമ മുതൽ കഴക്കൂട്ടം വരെയുള്ള NH66 ആറൂരി പാതയുടെ റോഡ് നിർമ്മാണ കാഴ്ചകളാണ്. നമ്മൾ ഈ ഭാഗത്ത് വീഡിയോ എടുത്തിട്ട് കുറച്ച് മാസങ്ങളായി. ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ ഇവിടെ പണികൾ ഏകദേശം എത്രത്തോളം ആയി എന്ന് നമുക്ക് നോക്കാം. നമ്മൾ മാമം പാലം അപ്പുറത്താണ്, അവിടെ പ്രത്യേകിച്ച് പണിയൊന്നും ആയിട്ടില്ല കേട്ടോ. ആറ്റിങ്ങൽ ബൈപ്പാസ് വന്ന് കയറുന്ന അവിടെ ആറ്റിങ്ങൽ മാമം പാലം കഴിഞ്ഞ് തിരുവനന്തപുരത്തോട്ട് വരുന്ന ഭാഗത്തെ കാഴ്ചകളാണ്. ഇവിടെ നല്ല താഴ്ചയുള്ള സ്ഥലമായിരുന്നു. ഇവിടെ കംപ്ലീറ്റ് ഇങ്ങനെ മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നല്ല വർക്ക് വേണ്ട, നല്ല പണി വേണ്ട സ്ഥലമാണ്. അതുപോലെ മണ്ണിട്ട് ഇങ്ങനെ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല താഴ്ചയായിരുന്നു. നമുക്ക് ഇന്ന് ഇതാണ്ട ഇവിടുന്ന് തിരിച്ച് അങ്ങോട്ടാണ് കേട്ടോ. ഞാൻ ഈ കാഴ്ച കാണിക്കാൻ വേണ്ടി വണ്ടി തിരിച്ചതാണ്. നമ്മൾ അങ്ങോട്ട് ഇപ്പോൾ അതുവഴിയല്ലേ പോകുന്നത്, അപ്പോൾ കൃത്യമായിട്ട് കാണാൻ ഒക്കില്ലെന്ന് വിചാരിച്ച് തിരിച്ച് നിർത്തിയതാണ്. അതുകൊണ്ട് അവിടെ മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഭാഗം എന്ന് പറയുന്നത് ആറ്റിങ്ങൽ മാമം പാലം കഴിഞ്ഞ് വരുന്ന ഭാഗമാണ്. ഇവിടെ റൈറ്റ് സൈഡിൽ നല്ല താഴ്ചയുള്ള പ്രദേശമാണ്. അവിടെ ഇങ്ങനെ മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ കോൺക്രീറ്റ് വാൾ തന്നെ കെട്ടിപ്പൊക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. തിരുവനന്തപുരം ജില്ലയിൽ നല്ല പണി വേണ്ട ഒരു ജില്ലയാണ്. നമുക്ക് പോയി നോക്കാം എത്രത്തോളം പണികൾ പുരോഗമിച്ചിട്ടുണ്ടെന്ന്. കോരാണിയിലേക്കാണ് നമ്മൾ എത്തുന്നത്. ഈ ഭാഗത്ത് ഇതേപോലെ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും താഴ്ചയുള്ള പ്രദേശമാണ്. ഇതൊന്നും വർക്കുകൾ ഒന്നും ആയിട്ടില്ല കേട്ടോ. ഓഹോ, വർക്കുകളെല്ലാം കട്ട സ്റ്റോക്കായിട്ട് കിടക്കുകയാണ് കേട്ടോ. ഇതിപ്പോൾ എന്ന് തീർക്കാനാണ്? തെക്കൻ കേരളത്തിലെ ഏറ്റവും കൂടുതൽ പണി വേണ്ട ഒരു ജില്ലയാണ് അത്. എറണാകുളം തൊട്ട് തന്നെ ഊട്ടിയത് തന്നെ. എറണാകുളം ആയാലും ആലപ്പുഴ ആയാലും കൊല്ലം ആയാലും ഇവിടെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ. ഉദാഹരണം പറയാം, മലപ്പുറം ജില്ല പോലെ. മലപ്പുറം ജില്ലയുടെ അത്രയും വലിയ ഇതല്ലെങ്കിലും അതിൻ്റെ ഒരു കോപ്പി എന്ന് വേണമെങ്കിൽ പറയാം. അത്രത്തോളം പണി വേണ്ട ഒരു ജില്ലയാണ് ഈ തിരുവനന്തപുരം ജില്ല. ഫുള്ള് കയറ്റം ഇറക്കും. ഇതേപോലെ രണ്ട് ഭാഗത്ത് കുഴികളുള്ള ഒരു, നമുക്ക് ഇതുവഴി പോകുന്നവർക്ക് അറിയാമല്ലോ, അത്രത്തോളം പണിയാണ്. അതെല്ലാം മണ്ണിട്ട് ഉയർത്തണം, കോൺക്രീറ്റ് വാൾ കെട്ടി ഉയർത്തണം, അങ്ങനെ ഭയങ്കര പണിയാണ്. ഇവിടെ ഒരു കോരാണിയിൽ ഇവിടെ ഒരു അണ്ടർപാസ് വരുന്നുണ്ട്. അപ്പോൾ അണ്ടർപാസിൻ്റെ അത്രയും മണ്ണ് ഇവിടെ ഇടണം. എന്നിട്ട് അപ്പുറത്ത് നല്ല താഴ്ചയും കൂടെയാണ്. അപ്പോൾ ആ താഴ്ചയിൽ നിന്ന് മണ്ണിട്ട് ഉയർത്തി പൊക്കി വരണം. ഭയങ്കര പണിയാണ്. ഒന്നും ആയിട്ടില്ല. തെക്കൻ കേരളത്തിലെ ഓവർപാസ് വരുന്ന ഒരേ ഒരു ജില്ലയാണ് കോരാണി വരുന്ന അണ്ടർപാസാണ്. അണ്ടർപാസിൻ്റെ പണി പൂർത്തിയായി. ഈ ഭാഗം കഴിഞ്ഞിട്ട് വീണ്ടും കയറ്റം ഇറക്കുവാണ് കേട്ടോ. ഇതെല്ലാം റോഡ് നിരപ്പാക്കണമെങ്കിൽ മണ്ണിട്ട് ഉയർത്തണം. ഇവിടെ ഒന്നും ആയിട്ടില്ല, പണികളൊന്നും ആയിട്ടില്ല. ഓക്കെ, ഇവിടെ എങ്ങും പണികളൊന്നും ആയിട്ടില്ല. ഓട നിർമ്മാണമൊക്കെ പൂർത്തിയായിട്ടേ ഉള്ളൂ. ഇവിടെ ഇങ്ങനെ കാണപ്പോൾ മരുഭൂമി കിടക്കുന്ന കണക്ക് കിടക്കുക. ഇങ്ങനെ വെറുതെ ഇങ്ങനെ കിടക്കുന്നു. നിർമ്മാണമൊന്നും എവിടെയും എങ്ങും എത്താത്ത രീതിയിൽ ഇങ്ങനെ മുടങ്ങി കിടക്കുന്ന ഒരു ഫീല് തോന്നുന്നുണ്ട് സത്യം പറയാൻ കേട്ടോ. കൊല്ലം ജില്ലയെ ഇത് അപേക്ഷിച്ച് നോക്കുമ്പോൾ അതുപോലെ പണികൾ പുരോഗമിച്ചിട്ടുണ്ട്. കൊല്ലം ജില്ലയിൽ അവിടെ ഏറ്റവും പാടുള്ള പണികളെല്ലാം ഏകദേശം നല്ലൊരു ശതമാനം അവർ പൂർത്തീകരിച്ചിട്ടുണ്ട്. മണ്ണിട്ട് കെട്ടി ഉയർത്തേണ്ട ഭാഗമൊക്കെ നല്ലൊരു ശതമാനം. ബൈപ്പാസൊക്കെ പലതും നല്ല താഴ്ചയുള്ള പ്രദേശമായിരുന്നു ഒരു സൈഡ്. അതൊക്കെ അവർ മണ്ണിട്ട് ഉയർത്തിക്കൊണ്ട് അതിൻ്റെയൊക്കെ പണി കൊല്ലം ജില്ലയിൽ ശിവാലയ കൺസ്ട്രക്ഷൻ വളരെ വേഗത്തിൽ പണികൾ നടക്കുന്നുണ്ട്. കൊല്ലം ജില്ലയിൽ ശിവാലയ കൺസ്ട്രക്ഷൻ്റെ കീഴിൽ വീഴുന്ന ഭാഗം മിക്കവാറും അവർക്ക് പറഞ്ഞ സമയത്തിനുള്ളിൽ അല്ലെങ്കിൽ കൂടിപ്പോയ ഒരു 6 മാസം കൂടി അധികം എടുക്കും. അതിനുള്ളിൽ അവർ പണി തീർക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. മഴ പെയ്തപ്പോൾ കുറച്ച് ഡിലേ ആയിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇപ്പോൾ
പക്ഷെ ഇവിടെ നമ്മൾ തിരുവനന്തപുരം ജില്ലയിലേക്ക് കയറി നിങ്ങൾ ഇത് കാണുന്നില്ലേ, അവിടെ റൈറ്റ് സൈഡിലൊക്കെ നല്ല താഴ്ചയുള്ള പ്രദേശമാണ്. അവിടെ ഒന്നും ആയിട്ടില്ല. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ മരുഭൂമി പോലെ കിടക്കുന്നുണ്ട്. അവിടെ എവിടെയൊക്കെ നല്ല കുറച്ച് അവിടെ കുറച്ച് കണ്ട് ഈ കോൺക്രീറ്റ് ഇതേപോലെ കെട്ടി ഇങ്ങിട്ട്. അതായത് പണി മുടങ്ങി കിടക്കുന്ന ഒരു ഫീലാണ് നമുക്ക് ഈ ഭാഗത്ത് വരുന്നത്. മുന്നോട്ട് പോയി നോക്കാം ആ പണികൾ എന്തായിട്ടുണ്ടെന്ന്. നിങ്ങൾ നോക്കി കണ്ട് നിങ്ങൾക്ക് ഫീൽ വരുന്നില്ല ഈ പണി മുടങ്ങി ഒരു മരുഭൂമി പോലെ ഇങ്ങനെ കിടക്കുകയാണ് അല്ലേ? ഇവിടെയൊക്കെ നല്ല താഴ്ചയുള്ള പ്രദേശമാണ് കണ്ടോ. ഇതൊക്കെ ഇവിടെ ഒന്നും ആയിട്ടില്ല. ഇതൊക്കെ മണ്ണിട്ട് ഉയർത്തേണ്ടതാണ്. ഈ മണ്ണിട്ട് ഉയർത്തുന്ന ഭയങ്കര പാടുള്ള പണിയാണ്. കാരണം മണ്ണ് നമ്മൾ സംഘടിപ്പിക്കണം. അതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. ഞാൻ മുമ്പ് കൊല്ലത്ത് പറഞ്ഞതുപോലെ അവർ മണ്ണ് കിട്ടുന്ന അനുസരിച്ച് അവർ ഇട്ട് അത് റെഡി ആകുന്നുണ്ട്. ഇവിടെ കണ്ട കുറച്ച് പണി തുടങ്ങി വെച്ചിട്ടേ ഉള്ളൂ. ഏറ്റവും പണി വേണ്ട ഭാഗമാണ് ഈ മണ്ണിട്ട് ഉയർത്തൽ. അത് ഒരുപാട് സമയം എടുക്കുന്നതാണ്. ഒറ്റയടിക്ക് മണ്ണിട്ട് ഉയർത്താൻ പറ്റത്തില്ല. ഘട്ടമായിട്ടേ മണ്ണിട്ട് ഉയർത്താൻ പറ്റും. നമ്മളിപ്പം ചെമ്പകമംഗലത്ത് എത്തിയിട്ടുണ്ട്. ചെങ്ങമംഗലത്ത് വരുന്ന അണ്ടർപാസ്സാണ്. ഇത് കഴിഞ്ഞ് 18 മൈലോ 16 മൈലോ അവിടെയും ഒരു അണ്ടർപാസ് വരുന്നുണ്ട്. ഒരു 250-300 മീറ്റർ വ്യത്യാസത്തിലാണ് അണ്ടർപാസ് വരുന്നത്. അതുകൊണ്ട് റോഡ് ഒരേ ഹൈറ്റിലായിരിക്കും, പൊങ്ങിയായിരിക്കും, നല്ല രീതിയിൽ പൊങ്ങിയായിരിക്കും ഇവിടെ റോഡ് വരുന്നത്. അതിൻ്റെ മണ്ണിട്ട് ഉയർത്തുന്ന പരിപാടിയൊന്നും തുടങ്ങിയിട്ടില്ല. തുടങ്ങി വെച്ചിട്ടേ ഉള്ളൂ. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ മുടങ്ങി കിടക്കുന്ന ഒരു ഫീലാണ് ഇവിടെ വരുമ്പോൾ കേട്ടോ. ഇതൊക്കെ എത്ര നാൾ മുമ്പ് ഞാൻ വീഡിയോ എടുത്തപ്പോഴും 3-4 മാസം മുമ്പ് വീഡിയോ എടുത്തപ്പോഴും ഇതേ ലെവലിൽ തന്നെയായിരുന്നു ഈ ഭാഗത്ത്. നമ്മൾ ഞായറാഴ്ചയാണ് വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ടായിരിക്കും വണ്ടികൾ ഒതുക്കിയിട്ടായിരുന്നു. പണി നടക്കുന്നുണ്ട്, പക്ഷെ വളരെ സ്ലോവിലാണ്. ഇച്ചിരിയെങ്കിലും പണി പുരോഗമിച്ചിരിക്കുന്നത് ആറ്റിങ്ങൽ ബൈപ്പാസ്സാണ് കേട്ടോ. അത് കുഴപ്പമില്ലാത്ത രീതിയിൽ എത്തിയിട്ടുണ്ട്. പക്ഷെ മഴ പെയ്തതോടുകൂടി സ്ലോ ആയി. പക്ഷെ വീണ്ടും പണി തുടങ്ങിയെന്ന് തോന്നും. നമ്മളിന്ന് വീഡിയോ എടുക്കുന്നത് ഓഗസ്റ്റ് മാസം 11-ാം തീയതിയാണ് കേട്ടോ. ഞായറാഴ്ച. നമ്മൾ ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ സൊമാറ്റോയിൽ ഇറങ്ങാതിരുന്നത്. ഇടയ്ക്കിടയ്ക്ക് റോഡ് വീഡിയോ എങ്കിലും ഇടണം. റോഡ് വീഡിയോ ഇടപ്പോഴേ എന്തെങ്കിലും കിട്ടും. കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ, സൊമാറ്റോയുടെ വീഡിയോ കണ്ടിന്യൂസ് ഇടാൻ പ്ലാനൊക്കെ ഉണ്ട്. പക്ഷേ എന്താണ്, വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ വീട്ടിൽ എത്തുമ്പോഴത്തേക്ക് ഭയങ്കര ക്ഷീണമോ, കിടന്നങ്ങ് ഉറങ്ങും. ഇപ്പോൾ 2-3 ദിവസമായിട്ട് നല്ല ഓർഡറാണ് കേട്ടോ. ഫുൾ ഇൻസെൻറ്റീവ് കിട്ടുന്നുണ്ട് അടുപ്പിച്ച്. മാസത്തിൻ്റെ തുടക്കം അങ്ങനെയാണ്. ഒരു 10-15 വരെ നമുക്ക് നല്ല ഓർഡർ കിട്ടും. അതുകൊണ്ട് ഞാൻ 13-14 മണിക്കൂറോളം വർക്ക് ചെയ്യും. 10,400-1,500 കിട്ടും. ആ വർക്ക് ചെയ്ത് എന്ന് പറയുമ്പോൾ ഭയങ്കര ക്ഷീണമായിരിക്കും. പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. ഞാൻ കിടന്നങ്ങ് കണ്ട ഈ ഭാഗമൊക്കെ ഞാൻ മുമ്പേ പറഞ്ഞത് കറക്റ്റ് തന്നെ. ഈ പണി വർഷങ്ങളായിട്ട് മുടങ്ങി കിടക്കുന്ന ഒരു ഫീലാണ് കേട്ടോ. നമ്മളിപ്പം 16 മൈൽ 18 അത് കഴിഞ്ഞിങ്ങനെ വരുവാണ്. നമ്മളിപ്പോൾ ആശാസ്മാരകത്തിന് എത്തുന്നതിന് തൊട്ട് മുമ്പ് ആശാസ്മാരകത്തിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് വർക്ക് പൂർത്തിയായിട്ടുണ്ട്. അതങ്ങനെ പൂർത്തിയായിട്ടും കുറേ നാളായി. ഇതിന് മുമ്പ് നമ്മൾ 3-4 മാസം മുമ്പ് ചെയ്ത വീഡിയോയിലും കണ്ട അതേ കാഴ്ചയാണ്. അവിടെ പ്രത്യേകിച്ച് പണിയൊന്നും പിന്നീട് പുരോഗമിച്ചിട്ടില്ല. ഇവിടെ നല്ല കുറച്ച് താഴ്ചയുള്ള പ്രദേശമായിരുന്നു. അവിടെ മണ്ണിട്ട് ഉയർത്തി ഈ ലെവലാക്കിയിട്ടുണ്ട്. തോന്നയ്ക്കൽ ആശാസ്മാരകത്തിൻ്റെ അടുത്തുള്ള കാഴ്ചയാണ്. ഇവിടെ റോഡ് കുറച്ച് ദൂരത്തേക്ക് ഒരു 200 മീറ്റർ ഇതേപോലെ വർക്ക് ഇത്രയും പുരോഗമിച്ചതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതാണ് ആശാസ്മാരകം. അവിടെ കുറച്ച് ദൂരമാണ്, എത്ര ദൂരം
ഇതിൻ്റെ മുമ്പോട്ട് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. മംഗലപുരത്തൊക്കെ വർക്ക് എങ്ങനെയാണെന്ന് പോയി നോക്കാം. അവിടെ ഇവിടെയൊക്കെ വരുന്ന വർക്ക് കണ്ടോ, അത്രത്തോളം വർക്ക് വേണ്ടി വരുന്നുണ്ട്. ഇവിടെ തന്നെ എന്ത് പണിയാണ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനേക്കാളും വലിയ പണികളാണ് ഇനി ബാക്കി കിടക്കുന്നത്. അതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരു എത്തും പിടിയും കിട്ടുന്നില്ല കേട്ടോ. എന്ന് തീരുമെന്ന് വളരെ പെട്ടെന്ന് തീർക്കാനുള്ള പണിയല്ല തിരുവനന്തപുരം ജില്ലയിലുള്ളത്. അതാണ് പ്രശ്നം. ഈ മണ്ണിട്ട് ഉയർത്തുന്നതും കോൺക്രീറ്റ് ചെയ്ത് ബലപ്പെടുത്തുന്നതൊക്കെ ഒരുപാട് സമയമെടുക്കുന്ന പണികളാണ്. നിരന്ന പ്രദേശമാണെങ്കിൽ നമുക്ക് വളരെ വേഗത്തിൽ പണി തീർക്കാമെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ തിരുവനന്തപുരം ജില്ലയിൽ അങ്ങനെ പെട്ടെന്ന് പണി തീർക്കാനുള്ള ഭൂപ്രകൃതി അല്ല. നമ്മളിപ്പോൾ തോന്നെങ്കിൽ കഴിഞ്ഞ് മംഗലപുരത്തേക്ക് പോവുകയാണ്. അവിടെ സർവീസ് റോഡ് വഴിയാണ് കേട്ടോ പോകുന്നത്. സർവീസ് റോഡ് കൂടെ ഒരുപാട് ദൂരത്തേക്ക് പണി പൂർത്തിയായിട്ടുണ്ട്. ഈ ഭാഗത്ത് കണ്ടോ, നിങ്ങളിപ്പോൾ കാണുന്ന കണക്ക് പണികൾ പൂർത്തിയായിട്ടുണ്ട്. ഇവിടെ ഒരു അണ്ടർപാസ് വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി മെയിൻ റോഡ് ഉയർന്നു വരും. മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ രീതിയിൽ മണ്ണിട്ടിട്ട് കുറേ നാളെന്ന് വെച്ചാൽ 6-7 മാസങ്ങൾക്ക് മേളിലായി. ഇവിടെ എന്തായാലും സർവീസ് റോഡ് പക്ക ക്ലിയർ ആക്കിയിട്ടുണ്ട്. അടിപൊളി. ഇവിടെ വരുന്ന പിയറിൽ വരുന്ന അണ്ടർപാസ് ആണ് കേട്ടോ. ഒരു ഭാഗത്തുള്ള പിയർ നിർമ്മാണം വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പിയർ ഗ്യാപ്പിൻ്റെയും വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ നമ്മളിപ്പോൾ വണ്ടി പോകുന്ന ഈ ഭാഗത്തും ഇതേപോലെ 2 പിയർ വരണം. അതിൻ്റെ പണിയൊന്നും തുടങ്ങിയിട്ടില്ല. മുമ്പേ ഇവിടെ 1 വേ ആയിട്ടായിരുന്നു വാഹനങ്ങളെ കയറ്റി വിട്ടത്. ഇപ്പം തിരുവനന്തപുരം ഭാഗത്തേക്ക് ഇതുവഴിയാണ് വാഹനം കയറ്റി വിടുന്നത് കേട്ടോ. അന്നേരം പണി എന്തൊക്കെ പുരോഗമിച്ചിട്ടുണ്ട്, പോയി നോക്കാം. അതുപോലെ തന്നെ ഒരു മാറ്റവും ഇല്ല. ഇവിടെ കണ്ട ലെഫ്റ്റ് സൈഡിൽ നല്ല താഴ്ചയുള്ള പ്രദേശമാണ്. ഇവിടെ കുറേ ഭാഗത്ത് ഇങ്ങനെ മണ്ണിട്ട് ലെവൽ ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് മുമ്പോട്ട് പോയി നോക്കാം. അവിടെ ലെവൽ ചെയ്തിട്ടുണ്ടോ? ഇതൊക്കെ ഇങ്ങനെ മണ്ണിട്ട് ലെവൽ ചെയ്തിട്ട് കുറേ നാളായി. ഇതേപോലെ കേട്ടോ അങ്ങോട്ട് ഫുള്ള് താഴ്ചയുള്ള പ്രദേശമാണ്. കേട്ടോ ഇവിടെയൊക്കെ എന്തായാലും മണ്ണിട്ട് ഈ രീതിയിൽ ലെവൽ ചെയ്തിട്ടുണ്ട്. നല്ല താഴ്ചയാണ് കേട്ടോ. ഈ താഴ്ചയുള്ള പ്രദേശമെല്ലാം മണ്ണിട്ട് ഉയർത്തേണ്ടതാണ്. പക്ഷെ കുറച്ച് ഭാഗം മാത്രമേ ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ. ഇനിയും വർക്കുകൾ ഒരുപാട് ബാക്കിയുണ്ട്. മംഗലപുരം കഴിഞ്ഞിട്ട് വരുമ്പോൾ ഇവിടെ ടെക്നോ പാർക്ക് ഫേസ് 4 ഇതിൻ്റെ ഫ്രണ്ടിലൊരു അണ്ടർപാസ് വരുന്നുണ്ട് കേട്ടോ. പിയറിൽ വരുന്ന അണ്ടർപാസ്സാണ്. അതിൻ്റെ 2 പിയറിൻ്റെ വർക്ക് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അത് കംപ്ലീറ്റ് ചെയ്തിട്ട് കുറേ നാളായി. നല്ല ഹൈറ്റിലാണ് കേട്ടോ, നല്ല ഉയർച്ചയുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു കയറ്റം ഇറക്കമല്ലേ. അപ്പോൾ ആ കയറ്റം ഇറക്കം ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് അവിടെ പിയർ നിർമ്മാണം പൂർത്തിയായത്. അപ്പോഴിവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തണം. അത്രയും ഉയരത്തിൽ മണ്ണിട്ട് ഉയർത്തണം. അതൊക്കെ ഇനി എന്നാണെന്ന് ഒരു പിടിയില്ല. നമ്മൾ കഴിഞ്ഞ ആറ്റിങ്ങൽ ബൈപ്പാസിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇനി ഇടയ്ക്കൊന്നും നിങ്ങൾ വീഡിയോ ചെയ്യണ്ട, ഡിസംബർ വീഡിയോ ചെയ്താൽ മതി, എങ്കിലേ വലിയ മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ഇവിടുത്തെ വീഡിയോ ഇനി മാസങ്ങൾ കഴിഞ്ഞിട്ട് ചെയ്തിട്ട് പ്രയോജനമുള്ളൂ. നമുക്കിനി ഡിസംബറിലെങ്ങാനും ചെയ്യാം.
ഇവിടെയൊക്കെ എന്തോരം പണികളാണ് ബാക്കിയുള്ളതെന്നറിയാമോ? എനിക്കിവിടെ പ്രത്യേകിച്ച് വീഡിയോ എടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. 4 മാസം മുമ്പ് ചെയ്ത വീഡിയോ അതൊന്നും കൂടെ അങ്ങ് ഇട്ടാൽ മതിയായിരുന്നു. ഒന്നും കൂടെ കിട്ടാ മതിയായിരുന്നു. അതേപോലെ തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല. CRPF ക്യാമ്പിൻ്റെ ഫ്രണ്ടിലുള്ള അണ്ടർപാസ്സാണ് കേട്ടോ. ഈ അണ്ടർപാസ് എനിക്ക് പെരുത്തങ്ങ് ഇഷ്ടപ്പെട്ട അണ്ടർപാസ്സാണ്. നല്ല വിശാലമായ അണ്ടർപാസ്സാണ്. നോക്കേ, 5 ഗട്ടറുകളാണ് ഒരു പിയറിൽ വരുന്നത്. വൗ, സൂപ്പർ. നമ്മളങ്ങനെ പള്ളിപ്പുറം CRPF ക്യാമ്പ് കഴിഞ്ഞ് മുമ്പോട്ട് വരുമ്പോഴുള്ള കാഴ്ചയാണ്. ഇവിടെ സർവീസ് റോഡ് വഴിയാണ് വാഹനങ്ങൾ കേട്ടോ തിരുവനന്തപുരത്തേക്കുള്ള വാഹനങ്ങൾ കടന്നു പോകുന്നത്. ഇതിന് മുമ്പ് ഇങ്ങനെയായിരുന്നു. ഇവിടെ നല്ല ഇറക്കമുള്ള പ്രദേശമാണ്. തിരുവനന്തപുരം ജില്ലയിൽ ഈ ഭാഗം മൊത്തം കയറ്റം ഇറക്കമാണ് കേട്ടോ. അപ്പോൾ അവിടെ മെയിൻ റോഡ് ഒരേ നിരപ്പിലായിരിക്കും പോകുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് കെട്ടി മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. പണികൾ നടക്കുന്നുണ്ട്. കംപ്ലീറ്റ് പണികൾ സ്റ്റോപ്പൊന്നും ആയിട്ടില്ല. പണികൾ നടക്കുന്നുണ്ട്. പക്ഷെ ഭയങ്കര സ്ലോയിലായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. പതിയാണ് വർക്കുകൾ നടക്കുന്നത്. ഇവിടെ കുറച്ച് ദൂരത്തേക്ക് ടാർ ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. മഴ ചാറുന്നുണ്ട് കേട്ടോ. മഴ പൊടിയുന്നു. നമ്മളിപ്പോൾ കണിയാപുരം എത്താറായിട്ടുണ്ട്. നമ്മൾ കണിയാപുരം കഴിഞ്ഞ് കഴക്കൂട്ട് എത്തുന്നതിന് മുമ്പ് ഒരു അണ്ടർപാസ് വരുന്നുണ്ട്. ചെറിയൊരു ഫ്ലൈ ഓവർ. അപ്പോൾ നമ്മൾ MC റോഡിലേക്ക് തിരിയുന്ന ആ ഭാഗത്ത് അവിടം വരെയുള്ള കാഴ്ച കാണാം. ഇവിടെ കുറച്ച് ദൂരത്തേക്ക് ടാറിങ് ചെയ്തിട്ടുണ്ട്. പുതിയ അപ്ഡേറ്റ് ഒന്നും ഇല്ലെന്ന് പറയാൻ പറ്റില്ല. പുതിയ അപ്ഡേറ്റ് നമ്മൾ കണിയാപുരം എത്തുന്നതിന് മുമ്പ് ഈ റോഡ് ഇപ്പം പുതിയതായിട്ട് വരുന്ന റോഡ് ഇത്ര ഉയരത്തിലാണ് വരുന്നത് കേട്ടോ. ഇവിടെ ഫസ്റ്റ് ലെയർ ടാറിങ് കുറച്ച് ദൂരത്തേക്ക്, ഒരു 100 മീറ്റർ ദൂരത്തേക്ക് ടാറിങ് പൂർത്തിയായിട്ടുണ്ട്. ഫസ്റ്റ് ലെയർ ടാറിങ് ഗുഡ്. കണിയാപുരത്ത് ഇവിടെ 2 പിയറിൻ്റെ നിർമ്മാണം പാതി വഴിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഇവിടെ ഫ്ലൈ ഓവർ വരുന്നതെന്നൊക്കെ അറിഞ്ഞായിരുന്നു. എന്താന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല കേട്ടോ.
കണിയാപുരം ജംഗ്ഷൻ കഴിഞ്ഞ് മുമ്പോട്ട് വരുമ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ ഇങ്ങനെയാണ്. കണിയാപുരത്ത് ഫ്ലൈ ഓവർ അല്ലെങ്കിൽ അണ്ടർപാസ് വരുന്നതിൻ്റെ ഭാഗമായി റോഡ് ഇവിടുന്ന് ഉയർന്നു വരും. അതിൻ്റെ ഭാഗമായി കുറച്ച് ദൂരത്തേക്ക് കോൺക്രീറ്റ് വാൾ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. ഇവിടെ മണ്ണിട്ട് വരുത്തണമെങ്കിൽ 2 സൈഡിലെ സർവീസ് റോഡ് റെഡിയാക്കി അവിടെ അതുവഴി വാഹനങ്ങൾ തിരിച്ചു വിടണം. അപ്പോൾ സർവീസ് റോഡിൻ്റെ പണികളൊന്നും ഇവിടെ ഒന്നും ആയിട്ടില്ല. അപ്പോൾ ഉടനെ ലെഫ്റ്റ് സൈഡിൽ സർവീസ് റോഡ് ടാർ ചെയ്തിട്ടുണ്ടല്ലോ. ടാർ ചെയ്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിൽ സർവീസ് റോഡ് ടാർ ചെയ്തിട്ടുണ്ട്. ഈ സ്ഥലപ്പേര് വെട്ട് റോഡ്. ഓക്കെ, വെട്ട് റോഡ് മറന്നതാണ്. ഇപ്പോൾ വെട്ട് റോഡ് വരുന്ന ഫ്ലൈ ഓവറിൻ്റെ പണി എവിടം വരെ ആയി നമുക്ക് നോക്കാം. പിയറിൻ്റെ നിർമ്മാണമൊക്കെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട് നടക്കുന്നുണ്ട്. ഇത് കുറച്ച് ഫാസ്റ്റായിട്ട് നടക്കുകയാണെന്നാണ് തോന്നുന്നത്. ഇവിടെ ഇനി ഒരു പിയർ വരുമെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെയും കൂടെ ഒരു പിയർ വരും. അപ്പോൾ 1, 2, 3, 4, 5 പിയറിൽ വരുന്ന മേൽപ്പാലമാണ് കേട്ടോ. ഫ്ലൈ ഓവറാണ്. കൊള്ളാം. ഇവിടെ അത്യാവശ്യമായിരുന്നു. ഇതങ്ങ് കണിയാപുരം വരെ അങ്ങ് നീട്ടിക്കൂടായിരുന്നു. ഒരു എലിവേറ്റഡ് ഹൈവേ ആയിട്ടങ്ങ് മാറ്റായിരുന്നു അല്ലേ. ഇപ്പുറത്തെ പൈലിങ് തുടങ്ങി കേട്ടോ. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇത് കുറച്ച് ഫാസ്റ്റായിട്ടാണ് കേട്ടോ എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഈ വെട്ട് റോഡ് വരുന്ന ഫ്ലൈ ഓവറിൻ്റെ പണി. അപ്പോൾ ഇനി മുമ്പോട്ടും പ്രത്യേകിച്ച് കാഴ്ചയില്ല. അപ്പോൾ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഇവിടെ സർവീസ് റോഡ് ടാർ ചെയ്തിട്ടുണ്ട്. നമുക്ക് സർവീസ് റോഡ് വഴി കയറിപ്പോവേ. നമ്മൾ കഴക്കൂട്ട് എത്തുന്നതിന് മുമ്പ് സർവീസ് റോഡ് ടാർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അടിപൊളി. സർവീസ് റോഡ് എവിടെ ചെന്ന് കയറുന്നതെന്ന് കാണിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുക. തിരുവനന്തപുരത്തോട്ട് പോകുന്നവർക്ക് മെയിൻ റോഡിൽ കൂടെ കിടന്ന് തിരക്കൂടാ സർവീസ് റോഡിൽ കൂടി എവിടെ വരെ പോകാൻ പറ്റുമെന്ന് നോക്കാം. അടിപൊളി. സർവീസ് റോഡ് റെഡി ആയിക്കനെ കൊണ്ട് തന്നെ ഇവിടുത്തെ സ്ഥാപനങ്ങൾക്കും വീടുകൾക്കൊക്കെ ഒരാശ്വാസമായി കാണും. വെട്ട് റോഡിൻ്റെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത സർവീസ് റോഡ് ഇവിടെ വീണ്ടും നീണ്ടു നടക്കുവാണ് കേട്ടോ. കൊള്ളാം. ഈ 2 പേരും തന്നെ ഈ വെയിലുള്ളുന്നത് അകത്തേറിയിടെ വെയിലുള്ളതാ കഷ്ടം. അടിമപ്പണി ചെയ്യുകയാണ്. അൽസാജ് ഇൻ്റർനാഷണൽ കൺവെൻഷൻ സെൻറ്റർ വരെ നീണ്ടു നിൽക്കുന്ന സർവീസ് റോഡിൻ്റെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. അടിപൊളി. അപ്പോൾ ഭയങ്കര തിരക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് വഴി കയറി വരാം അല്ലേ മെയിൻ റോഡിൽ. ഇവിടുത്തെ എലിവേറ്റഡ് ഹൈവേ വരെ ഈ സർവീസ് റോഡ് നീണ്ടു നിൽക്കുന്നുണ്ട്. അത് അടിപൊളിയും ആയിട്ടുണ്ട് കേട്ടോ. അതങ്ങ് എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നമുക്ക് ഇവിടുന്ന് കറങ്ങി പോകാം. ഭയങ്കര രസമാണ് കേട്ടോ നമ്മൾ ഈ എലിവേറ്റഡ് ഹൈവേ കാണാൻ. നമുക്ക് വാട്ട് എ ബ്യൂട്ടി. ആ പെയിൻറ്റ് കോമ്പിനേഷനൊക്കെ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടുന്ന് തിരിച്ചു പോവുകയാണ് കേട്ടോ. എന്താ തണുപ്പെന്ന് ഉദ്ദേശിച്ചത് തണലാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.